ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മമ്മൂസ്. കുറേ ദിവസത്തിന് ശേഷം വളരെ സന്തോഷത്തോടുകൂടി ഹാപ്പിയായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വരികയാണ് കേട്ടോ. കുറേ പേര് കട്ട വെയിറ്റിങ്ങിലാണ്. അതുമാത്രമല്ല, പൈസ ഇട്ടിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നതും മുത്തുമണീസ് ഉണ്ട്. ഈ ഒരു കളക്ഷൻ കാണിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പേയ്മെൻറ്റ് ഇട്ടിട്ട് ചാടി പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ വരെ ഉണ്ട്. അപ്പോൾ അത്രയും ഹാപ്പി ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞിരുന്നല്ലേ, നമ്മൾ ഇതിനിടയ്ക്ക് കൊണ്ടുവന്നിരുന്നു. അന്ന് നൈറ്റാ വീഡിയോ ഇട്ടിട്ട് പോലും കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആക്കിയ സാധനമായിരുന്നു. ഞാൻ പറഞ്ഞു പാർട്ടി വെയർ അനാർക്കലി നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്താ ഞാനൊക്കെ ഇടുന്നത് പോലെയുള്ള ഐറ്റംസ് അല്ലേ, നമുക്ക് വാങ്ങി സ്റ്റിച്ച് ചെയ്തിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരു പൊടിക്ക് റേറ്റ് കൂടിയ ഐറ്റംസാണ് ആദ്യം കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പെരുന്നാൾക്ക് തൊട്ടുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ടൗണുകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങിയപ്പോഴേ എന്ത് പൊടിക്ക് വരെയാണ് ഞാൻ ഇട്ടെന്ന മേലേക്ക് ഞാൻ നോക്കിപ്പോകുന്നു കേട്ടോ. ഒന്നിനും കൊള്ളില്ലാത്ത തുണി, ഉള്ളിൽ ലൈനിങ്ങും ഇല്ല. പിന്നെ ഇന്ന് ലൈനിങ് ഇല്ലാത്തല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഇട്ട് കഴിഞ്ഞ ലൈനിങ് ഒരു പന്നാസ് ലൈനിങ്ങും ലോക്കും ഇല്ലാത്ത ഐറ്റംസ് വരെ 3000-4000 ഒക്കെ ഇട്ടിട്ടുണ്ട്, അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ കല്ലും മൊത്തം ഫ്രണ്ടിൽ പിടിപ്പിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. തൊട്ടുമ്പോൾ ഇടുന്ന ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾക്ക് അഫോർഡബിൾ റേറ്റാണ് ഇത് തരുന്നത് എന്നുള്ള. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലോത്ത് അടിപൊളി ക്ലോത്താണ്. ഇപ്പോൾ പറയുമ്പോൾ ഇത് കുറച്ച് ലെങ്ത് ആവോ വീഡിയോ ഒന്നും എനിക്കറിയില്ല. പറയുമ്പോൾ ഈ ഒരു ചുരിദാർ ഇട്ടിട്ട് തന്നെ ഇന്ന് വീഡിയോ എടുക്കാൻ കാരണം ഇത് കുറേ ആളുകൾ എൻക്വയറി ചെയ്തു, ഷെമീസ ഈ ഒരു ചുരിദാർ കിട്ടുകിൽ കൊണ്ടുവരണം എന്നിട്ട് ഞാൻ ഒരുവിധമൊക്കെ എല്ലായിടത്തും മെറ്റീരിയൽ എടുക്കാൻ പോയതൊക്കെ ഇത് തിരഞ്ഞു നോക്കി, ഈ ഒരു പ്രിൻ്റ്, പക്ഷെ കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് തലയിലൊരു ബൾബ് കത്തി ഓൺലൈനിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലോ എന്നിട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതാ വരുന്നു പൂമാല പോലെ ലിസ്റ്റ്. പക്ഷെ ഒരുപാട് പലതരം വില. ഇതേ സാധനം മീഷോയിൽ 700 ചില്ലാൻ രൂപ, 3000 ചില്ലാൻ രൂപക്ക് വേറെ ആപ്പിൽ, അങ്ങനെ പോയി സൂറത്തിൻ്റെ ഒരു ആപ്പുണ്ട്, സൂറത്തുകാരുടെ ഒരു ആപ്പുണ്ട്. അവിടെ പോയപ്പോൾ അവിടെ അവരുടെ കയ്യിൽ സാധനം ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് 2 പീസ് സെയിം പോലത്തെ 2 കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്വാളിറ്റി ഇല്ല. ഈ ഒരു ക്വാളിറ്റി വെച്ചാൽ ലുക്ക് സെയിമാണ്, സ്റ്റിച്ചിങ് സെയിമാണ്, ഷോളും പേൻറ്റും നല്ല സ്മൂത്താണ്. പക്ഷേ ഇതുമേൽ ചെറിയൊരു സ്മൂത്തിന് കുറവുണ്ട്, ചെറിയൊരു പൊടിക്ക് ഗ്രീനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷെ മീഷോത്തിൽ ജസ്റ്റ് ഓർഡർ ചെയ്ത് നോക്കി ഞങ്ങളൊരു അനാർക്കലി ഇട്ടോ, പക്കാ ലോക്കല് കാണുമ്പോൾ നമുക്ക് ഫോട്ടോ കാണുമ്പോൾ അറിയില്ല. പക്ഷെ സ്റ്റിച്ചിങ് ഒക്കെ ഈ റൗണ്ട് സ്റ്റിച്ച് ഉണ്ടാവില്ല, ഇങ്ങനെ ഇതൊന്നും വരാത്ത രീതിയിൽ ഇവിടെയൊക്കെ കട്ട് ആ ലെവലാണ് അത്. അതേപോലെ ഞങ്ങൾ ക്യാൻസലാക്കി കേട്ടോ. പക്ഷേ ഇതെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു മോഡൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതൊന്ന് തരും. ഇത് വലിയ റേറ്റിനൊന്നല്ല, ഇത് കുറച്ച് റേറ്റിൻ്റെ ആണ്, പക്ഷെ അത് വലിയ റേറ്റിനൊന്നല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനോടൊപ്പം കുറേ ആളുകൾ നെഗറ്റീവിനായിട്ട് കിറി ഇരിക്കുന്നുണ്ട്. ഫോട്ടോ വെച്ച് ഇതാ കണ്ടോ, അവിടെ ഇത്ര കുറവ്, ഇവിടെ കണ്ടോ ഇത്ര കുറവ്. പക്ഷേ ഈ ഒരു ഫോട്ടോ വെച്ച് നടത്തി കഴിഞ്ഞാൽ ഓൺലൈനിൽ പല ക്വാളിറ്റി കിട്ടും എന്നുള്ളതിന് ഉദാഹരണത്തോടു കൂടി നമ്മൾ ആദ്യം തുടങ്ങിയാണ് കേട്ടോ. ഇത് കുറച്ച് ഇമ്മണി ഒരു പൊടിക്ക് റേറ്റുള്ള കൂട്ടത്തിലാണ് ഈ ഒരു ക്ലോത്ത് വന്നിട്ട് സെയിം സാധനം. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ സെയിം ലുക്കിലാണ് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, കൊണ്ടുവരാം. കണ്ടല്ലോ, ഇത് XXL ആണ് സാധനം. ഓക്കെ, ഇത് സെയിം ഫ്ലെയർ തന്നെയാണ് നിൽക്കുന്നതും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഈ ഫ്ലെയറിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വെറും ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ബോറാണ്. ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, കഥകളിയാണ്, ഓട്ടംതുള്ളലാണ്, ആ വലിയ പൊന്തി ആ സംഭവം ഇടുന്നത് അതുപോലെ ഉണ്ടാവും. ഈ ഒരു ഒഴുക്ക് കിട്ടൂല. ഈ ഒഴുക്ക് കിട്ടാൻ ഇവിടുത്തെ ഈ ഒരു കട്ടിങ്ങിലൂടെ പോകണം. ആ ഒരു സ്റ്റിച്ചിങ് ഇതിന് ഞാൻ പെട്ട് നോക്കിട്ടോ, ആ ഒരു സ്റ്റിച്ചിങ് ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെ കയ്യിൽ റേറ്റ് വന്നിട്ട് 1670 രൂപക്കാണ് കേട്ടോ. ഞങ്ങളുടെ വോയിസ് കൊടുക്കുകയാണ്, റേറ്റ് പറഞ്ഞ മാറിപ്പോയി, അത്രയേ ഉള്ളൂ, 1670. ഷിപ്പിംഗ് എക്സ്ട്രാ വേണം, 50 രൂപ ഷിപ്പിംഗ് വേണം. സെയിം സാധനം തന്നെയാണ്. ഷോളൊക്കെ അടിപൊളിയാണ്. ഓവർ റേറ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് റേറ്റിന് ഇതേപോലത്തെ സാധനങ്ങൾ കാണാം. പക്ഷെ നമ്മൾ ക്ലോത്തിനനുസരിച്ചുള്ള റേറ്റാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇതൊരു ഹോൾസെയിൽ എടുത്തിട്ട് തരുന്നതൊന്നല്ല. ഞാൻ നല്ല അത്യാവശ്യം ഇങ്ങനത്തെ ഡിസൈൻ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട്, കുറേ ആൾക്കാർ പറഞ്ഞു എത്ര പൈസ ആയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത്രയും പൈസ ഒന്നല്ല. അടിപൊളി ഒരു കോട്ടൺ സെയിം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇട്ട് അതേ ലുക്ക് വരും കേട്ടോ. ആ ഒരു സാധനമാണ്. പ്ലെയിൻ പാൻറ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വേണമെന്നുള്ളവർ ഷിപ്പിംഗ് അടക്കം 1820 കേട്ടോ ടോട്ടൽ. XXL ഇപ്പോൾ ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളത്. അവരുടെ കയ്യിൽ 3 ഒക്കെ കണ്ടിട്ടുണ്ട്. നോക്കാം, ഇനി ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം കേട്ടോ. ഇപ്പോൾ വന്നിട്ട് പച്ചക്ക് ചെറിയൊരു വ്യത്യാസമാണ് കേട്ടോ. ഇത് വന്നിട്ടൊരു ചെറുപയർ പച്ച പോലെയാണ്. ഇത് വന്നിട്ട് നല്ലൊരു പച്ച. ഇതിൻ്റെ പാൻറ്
പിന്നെ റേറ്റ് ഉള്ളതിന് പോക്കറ്റൊക്കെ ഉണ്ട്. എൻ്റെ പോക്കറ്റും കാര്യങ്ങളുണ്ട്. ഇത് പോക്കറ്റും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഫുൾ ഓവർലോക്കൊക്കെ ചെയ്ത് വരുന്നതാണ്. ഡബിൾ എക്സൽ ആണ്. നല്ല സ്മൂത്ത് കോട്ടൺ തന്നെയാണ് പേന്റിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് മുത്തുമണികളെ, ഒരേ സാധനം പല സ്ഥലത്തൊക്കെയാണ്, കമ്പയർ ചെയ്തിരിക്കേണ്ട, പല ക്വാളിറ്റിയാണ്. ഇതൊരു 10,000 റേഞ്ചിലൊക്കെ വരുന്ന സൈസ് ക്ലോത്താണിത്. ഇതിപ്പോൾ 1500-ലാണ്. ഇതിനും പുറകിലും നിങ്ങൾക്ക് കിട്ടാനുണ്ട്. ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. നീലയാണ് കേട്ടോ, അതിൻ്റെ നീല കേട്ടോ, കണ്ടല്ല. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തന്നെ കേട്ടോ. ഇതിൻ്റെ ലോക്കലും ഓൺലൈനിൽ കിട്ടും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാണ്. അടിപൊളി ഐറ്റം, നല്ല ഭംഗിയിലെത്താ. ഓക്കെ, റേറ്റ് വന്നിട്ട് 1670 കേട്ടോ. ആണ് സംഭവ സൈസ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് വയറൊന്നും എടുത്ത് കാണിക്കാൻ ഞാൻ എനിക്ക് ഡബിൾ എക്സൽ മതി. പക്ഷെ ഞാൻ 3XL എടുത്തിട്ടാണ് ഇടാറ്. കാരണം എന്താ, എനിക്ക് ഇവിടെ ഇങ്ങനെ കിടക്കണം, മനസ്സിലായോ? അപ്പോൾ ഇത് ഡബിൾ എക്സൽ ആണ്. ഇവിടെ ഫ്രീയും ഉണ്ട്. അതേപോലെ 44 ചെസ്റ്റ് എടുത്ത് തരും. ഇവിടെ വയറിന്ന് കാണാൻ നല്ല അടിപൊളി ഷോളാണ്. നല്ല നീല പേഞ്ചും ആയിട്ട് കോട്ടൺ കേട്ടോ, പക്കാ കോട്ടൺ ആണ്. ഓക്കെ, മാലയൊക്കെ ഒന്ന് പുറത്തിരട്ടെ. അപ്പോഴല്ലേ പെണ്ണിൻ്റെ മൊഞ്ച് കാണുള്ളൂ അല്ലേ? ഓക്കെ, അടിപൊളിയായില്ലേ? ഷോളൊക്കെ നല്ല അത്യാവശ്യം വലുപ്പമുള്ള കുഴഞ്ഞൊരു ഷാളാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഗൈസ്, നമ്മൾ സ്റ്റിച്ച് വെച്ച അനാർക്കലിയാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത അനാർക്കലിയാണോ? വായോ. ഇനി ഒരു പൊടിക്ക് റേറ്റുള്ള ഐറ്റംസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതേപോലെ ഇട്ടിട്ട് അങ്ങോട്ട് വരാം അല്ലേ, വരെ മുമ്പിലേക്ക് ഇട്ട് വന്ന് കാണിച്ചു തരാം കേട്ടോ. റേറ്റ് ഉണ്ട്. മസ്ലിൻ, ഒറിജിനൽ മസ്ലിനും എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല റയോണ് എന്ന് പറഞ്ഞാൽ ഞാൻ അന്നേ പറഞ്ഞു, എന്തല്ല നമ്മൾ നെയ്റ്റി റയോൺ അല്ല, ഇപ്പോഴത്തെ വില കൂടിയ ചുരിദാറിലൊക്കെ വരുന്ന റയോൺ ക്ലോത്ത് ആകുമ്പം നമുക്കങ്ങനെ കുഴഞ്ഞ് കിടക്കും. എനിക്ക് അങ്ങനെ നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ കാണാം, ഏതാ ആദ്യം ഇടും? ബ്ലാക്ക് ഇടല്ലേ? ബ്ലാക്ക് ഇട്ടിട്ട് വരാം കേട്ടോ. മുത്തുമണീസ്, ഞാൻ കസ്റ്റമൈസേഷൻ ചെയ്ത, ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു ഇഷ്ടത്തിന് എടുത്ത ഒരു ഡ്രസ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഷോള് ഞാൻ നേരത്തെ ഇട്ട് പച്ചയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ പച്ചതാ, ഫുൾ പച്ച ലീഫാണ്. ഒരു വെറൈറ്റി ആക്കിയതാണ് ഞാൻ സംഭവം. നല്ല ഭംഗിയിലെത്താ, അത്ര അടിപൊളി ഉണ്ടെന്ന്. തടി അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ തടി അറിയാൻ പാടില്ലല്ലോ, അതിനാണ് ഇത്രയും ക്ലോത്ത് കുറച്ച് റേറ്റ് കൂടുതൽ ശരിക്കും കുഴഞ്ഞ് നിൽക്കുന്ന ഐറ്റം വാങ്ങുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് നമുക്കിത് കാണിച്ചു തരാം. ഞാൻ ഇട്ട് കണ്ടതിനേക്കാൾ ഞാൻ നിവൃത്തി കാണിക്കുമ്പോൾ എനിക്കൊന്നും കൂടി മനസ്സിലാകാൻ തോന്നുന്നത് ഇത് നല്ല ബ്ലാക്കാണ്. ഷിഫോൺ ദുപ്പട്ട വന്നിക്കണം, നല്ലൊരു പച്ച. ഈ ഒരു പച്ചയാണ് ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് തന്നെ ആകുമ്പോൾ പിന്നെ എപ്പോഴും കാണുന്ന പോലെ ഒരേപോലെ ആവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു വന്നു കേട്ടോ, കാണിച്ചു തരാം. ഞാൻ 3XL സൈസിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. 3XL സൈസിലാണ് ഇത് സ്റ്റിച്ച് ചെയ്ത ക്ലോത്ത്. നല്ല ഒന്നൊന്നര ക്ലോത്താണ്. എന്തുതന്നെയാണെങ്കിലും ഞാൻ ഉറപ്പ് പറയണേ, ഈ ഒരു ക്ലോത്തിൽ നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് ഇതേപോലെ അനാർക്കലി, അതും ഈ രീതിയിൽ കട്ടിങ് വെച്ചുകൊണ്ട് ചെയ്യുന്ന അനാർക്കലി. മുത്തുമണീസ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പാനൽ കട്ട് സ്റ്റിച്ചിങ് ആണ്. പാനൽ കട്ട് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലെയർ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഈ ഓരോ ലെയർ ലോക്ക് ചെയ്ത് സ്റ്റിച്ചിങ് ആക്കിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ പാനൽ കട്ട് സ്റ്റിച്ച് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തടി തോന്നിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഒഴുകി കിടക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു കട്ടിങ് വെച്ചിട്ട് വട്ടത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥകളീൻ്റെ ഡ്രസ്സ് ഇട്ടാൽ മറ്റൊരു വട്ടം ഉണ്ടാവും, നമുക്ക് തടി തോന്നിക്കും ആ ഒരു കട്ടിങ്ങിന്. അല്ലെങ്കിൽ ഏലൈൻ കട്ടിങ്ങിൽ തന്നെ വരുന്ന വേറെ സംഭവമുണ്ട്, 3 പീറ്റിട്ട് വരുന്നു. പക്ഷെ അതിനേക്കാൾ ഒരു ഒതുക്കം ഇങ്ങനത്തെ സ്റ്റിച്ചിങ്ങിന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ബ്ലാക്ക് ആണ് കേട്ടോ. 3XL ആണ് വന്നിട്ടുള്ളത്, കണ്ടല്ലോ. അപ്പോൾ ഇത് വേണമെന്നുള്ളൊരു വേഗ സ്ക്രീൻഷോട്ട്. റേറ്റ് പറഞ്ഞില്ലല്ലേ, റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ കുറവാണെന്ന് പറയുമ്പോൾ ചില ആളുകൾക്കാണ് അത് മനസ്സിലാക്കാൻ പറ്റാത്തത്. എന്നോട് മോളറിയും എന്തിനാ എപ്പോഴും ഇതിനെ പറ്റി സംസാരിക്കും. നമ്മളിപ്പോൾ കടയിൽ പോകുമ്പോൾ നിങ്ങളെ വില പറഞ്ഞു, അപ്പോൾ ഇതെന്തിനാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണേന്ന്. പക്ഷെ ശരിയാണ് ഇതിലെ സംഭവം. അപ്പോൾ അതെ, അപ്പോൾ ഈ ഒരു അറിയുന്നവർക്ക് അറിയാലോ, ഞാനിത് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. ഇന്നലെ ഞങ്ങൾ അവിടെ പോയപ്പോൾ എന്നോട് മോള് പറഞ്ഞിട്ടേ ഉള്ളൂ, ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയ കഥ പറഞ്ഞപ്പോൾ എന്തിനാ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ റേറ്റ് വരുന്നത് 2700 രൂപയാണ് കേട്ടോ. 2700 ഈ ഒരു പാർട്ടി വെയർ അനാർക്കലി, അതും പാനൽ കട്ട് സ്റ്റിച്ചിങ്ങിന് നമ്മൾ കല്ല് റേറ്റ് വരുന്നുള്ളൂ. കാരണം ഇത് നല്ല ക്ലോത്താണ്, അടിപൊളി ക്ലോത്താണ്. പെയിൻറ്റ് സ്റ്റിച്ച് ചെയ്തത് വെച്ചിരിക്കുന്നത് നല്ല കോട്ടലാണ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ പ്ലീറ്റൊക്കെ കൊടുത്തിട്ട്
ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക് വെച്ച് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും ഓവർലോക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെമി പലാസോ രീതിയിലാണ് പാൻറ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഷോള്, ആ ഷോൾ ഇപ്പോൾ സാധാ നോർമൽ ജോർജറ്റ് അല്ല, അത്യാവശ്യം കോസ്റ്റ്ലി ആയ സംഭവമാണ് കേട്ടോ. കാരണം ഈ ഒരു സീക്വൻസ് വർക്കിൽ ഒരുപാട് ഷോളുകൾ ചിലപ്പോൾ നേരത്തെ ഞാൻ ചുരിദാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇത് വന്നിട്ട് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ജോർജറ്റിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഐറ്റം. ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വാങ്ങിയിട്ടില്ലെങ്കിലും വരാം, അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു പോകണം. മുത്തുമണീസ് അതിൻ്റെ കളർ ചേഞ്ച് വൈറ്റ് ആണ്. ഓക്കെ, വൈറ്റിൽ വന്നിട്ടുള്ളതാണ്. നേരത്തെ നേരെ കളിച്ചിട്ടുണ്ട് ബ്ലാക്ക്, ഇതേപോലെ ഗ്രീന് ലീഫൊക്കെ കൊടുത്തിട്ട് ഷോള് സെയിം ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കളർ ചേഞ്ച് വൈറ്റ്. ഞാൻ ഇങ്ങനത്തെ നെക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുടുങ്ങി കിടക്കുന്നൊന്നുമില്ല, ബാക്കൊക്കെ ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു രീതിയിൽ നെക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഇറക്കിയിട്ടില്ല ഞാൻ. ഒപ്പം ഓരോ കസ്റ്റമൈസേഷനാണ്, നമുക്ക് ഓരോ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് മറ്റതിന് സെയിം പാൻറ്റാണ് കൊടുത്തത്. അപ്പോൾ ഇതിന് ഈ വൈറ്റ് തന്നെ കൊടുത്തപ്പോൾ എനിക്ക് എന്തൊരു ഞങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ച് നോക്കിയപ്പോൾ വൈറ്റ് തന്നെ വരുമ്പോൾ രസമില്ലാത്തത്. അതുകൊണ്ട് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡിൽ തന്നെ കേട്ടോ. ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ നിങ്ങൾ കണ്ടല്ലോ, ഈ സെയിം ഗ്രീൻ, ഈ ലീഫിൻ്റെ അതേ ഒരു ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ മറ്റേത് പൊട്ടിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് മുത്തുമണീസ്? അടിപൊളിയാണ്. നിങ്ങൾക്കൊരു ഷോപ്പിലും കിട്ടാത്ത രീതിയിലെ കളക്ഷൻ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഷെമീസിൻ്റെ മൊഞ്ചത്തി മാക്സി പോലെ മൊഞ്ചുള്ള സാധനങ്ങളെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നാണ്. ഇതെവിടെ ഹോൾസെയിൽ ഷോപ്പിൽ കിട്ടില്ല മുത്തുമണീസ്, ഒരു ഷോപ്പിലും കിട്ടില്ല. ഇത് ഞാൻ തുണി എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുതരുന്നതാണ്. ക്ലോത്ത് ഞാൻ പറഞ്ഞത് നല്ല റേറ്റ് വരുന്ന ക്ലോത്താണ്, അടിപൊളി റേറ്റിൽ വരുന്ന ക്ലോത്താണ് ഇതെടുത്തിരിക്കുന്നത് കേട്ടോ. പാൻറ്റിൻ്റെ ക്ലോത്ത് ആ ബ്ലാക്കിനേക്കാൾ ഒരു പൊടിക്ക് കൂടുതലാണ് ഇതിന്, പക്ഷെ കുഴപ്പമില്ല, റേറ്റ് സെയിം തന്നെ എത്തിയിരിക്കുന്നത് കേട്ടോ, സെയിം. ഓക്കെ, ഇനി ഇതിൻ്റെ ഞാൻ ഒന്നുകൂടി മനസ്സിലാക്കി തരാം. അടിപൊളി കുഴഞ്ഞ് നിൽക്കുന്ന തുണിയാണ്. ഓക്കെ, റയോണാണ്, ക്വാളിറ്റിയുള്ള റയോൺ. ചൂടെടുക്കുകയോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും അതും വരില്ല. ഏത് വലിയ പാർട്ടിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിട്ട് പോകാനും പറ്റും. ഓക്കെ, കാരണം ആർക്ക് കണ്ടാലും ഈ ഒരു ഡ്രസ്സിൻ്റെ ലുക്ക് കണ്ടാൽ മനസ്സിലാവും അത്ര റേറ്റ് ഉള്ളതാണെന്ന്. ഇനി അഥവാ പെട്ടെന്ന് നിങ്ങൾ ഇതിട്ടോണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത വീട്ടിലേക്കോ അല്ലെങ്കിൽ വല്ല ഹോസ്പിറ്റൽ കേസിലേക്കോ അതൊന്നുമില്ല, വെക്കട്ടെ, പെട്ടെന്ന് ഓടി പോകണമെന്ന് വെച്ചോ, അപ്പോഴും ഇത് ഇട്ട് പോകാൻ പറ്റും. കാരണം ഇത് ഇടുമ്പോൾ നമുക്കൊരു ഡ്രസ്സ് ഇട്ടൊരു നമുക്ക് ശരീരത്തിൽ ഡ്രസ്സ് ഇട്ടിക്കുന്നതന്നെ തോന്നില്ല. കല്ലോ മുത്തോ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, പെട്ടെന്ന് ഓടിപ്പോകുമ്പോൾ വേഗം എടുത്തിടാനും പറ്റും. എല്ലാത്തിനും പറ്റിയ രീതിയിലുള്ള ക്ലോത്താണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് കണ്ടു, സെയിം വൈറ്റ്. ബാക്കിയുള്ള സ്റ്റിച്ചിങ്ങിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലേ, അപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 50 ലെങ്ത്താണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 46 ചെസ്റ്റ് എടുത്തും 50 ലെങ്ത്താണ്. ഞാൻ പറഞ്ഞ 50 ഉണ്ട്, എനിക്ക് താഴെ വരെ ഉണ്ട്. എനിക്കിങ്ങനെ നല്ല ലെങ്ത്തിലിടുന്ന ഇഷ്ടം. അപ്പോൾ 50 ലെങ്ത്ത് വരെയുള്ള ഒരു ഇതാണ്. ഷോള് സെയിം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പാൻറ്റിന് ഈ ഒരു ഇതാണ് കൊടുത്തത്. ഇതിന് കുറച്ച് വേറെ നല്ല തുണിയാണ് കിട്ടിയത്, അത്യാവശ്യം റേറ്റുള്ളൊരു തുണിയാണ് കിട്ടിയത്, കുറച്ച് ഗ്ലൈസിങ്ങുള്ള ടൈപ്പ്. പക്ഷെ റേറ്റ് ആകുമ്പോൾ തന്നെ കിടക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് വേറെ കാണാം. അപ്പോൾ 2 എണ്ണം കണ്ടു കഴിഞ്ഞ് മുത്തുമണീസ് അടുത്ത കളർ ഞാൻ ഇട്ട് വന്നിട്ടുണ്ട്. നല്ല കരിനീലയിൽ റോസ് ഉള്ളതാണ് കേട്ടോ. എങ്ങനെയുണ്ട് എന്നുള്ള കമൻസൊക്കെ അങ്ങോട്ട് പോരട്ടെ. നല്ല അടിപൊളി ഐറ്റാണ് എടുത്ത് വന്നിട്ടുള്ളത്. കണ്ടോ, കിടുക്കാച്ച് സെലക്ഷൻ അല്ലേ. ഷെമീസിൻ്റെ സെലക്ഷൻ വെറുതെ ആവില്ല. പിന്നെ ഇപ്പോൾ ഇതിലൊക്കെ ചെറിയൊരു കുത്ത് നിങ്ങൾ കാണുന്നുണ്ടാവില്ല, ഇതില്ലാത്തത് ഇല്ല ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് വന്നില്ല. അത് പോകുന്നില്ല. ഇനി പോയാൽ തന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് പറിച്ച് നോക്കി അങ്ങനത്തെ ഒരു അടയാളമായിട്ട് നിൽക്കുന്നു, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഈ ഒരു കരിനീലയിൽ, ഇത് കരിനീല കേട്ടോ, ഈ റോസ് പൂക്കൾ തന്നെ അടിപൊളിയായിരിക്കും. ഓക്കെ, നല്ല ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത്. മസ്ലിൻ സിൽക്ക് ഷോളും അത്യാവശ്യം നല്ല റയോണിൽ വരുന്ന ക്ലോത്തിൽ വരുന്ന ഇതുമാണ് വന്നിട്ട്. പിന്നെ ടോപ്പാണ് വന്നില്ല. പാൻറ്റ് നേരത്തെ നമ്മൾ പിന്നെ വൈറ്റിന് കാണിച്ച സെയിം ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ. എങ്ങനെ ഇതൊക്കെ എൻ്റെ കസ്റ്റമൈസേഷനാണ് കേട്ടോ. ഞാൻ മിക്സ് ആൻഡ് മാച്ച് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഓക്കെ, ഇത് നോക്കിയ മുത്തുമണി ഇത്രയും മൊഞ്ചുണ്ടാവും കേട്ടോ. ഓക്കെ, നമ്മളെ കയ്യിലൊരു മാജിക് കാണിക്കാനുള്ള ക്യാമറയും ഇല്ല, സാധാ ക്യാമറയിലാണ് ഈ വീഡിയോ എടുക്കുന്നത്.
അടിപൊളി മൊഞ്ചാണ്. 2750 രൂപയാണ്. ഈ ഒരു അനാർക്കലി സെറ്റ്, പാർട്ടി വെയർ അനാർക്കലി സെറ്റിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഷിപ്പിംഗ് ചാർജ് ഉണ്ട് 50 രൂപ, കൊറിയർ ചാർജ് ഒരു ഓൾ ഇന്ത്യ 50 രൂപ നിങ്ങൾ തന്നാൽ മതി കേട്ടോ. ഓക്കെ, ഇനി ഇത് പെരുന്നാളിന് കിട്ടുമെന്ന് ചോദിച്ചിട്ട് ടെൻഷൻ അടുപ്പിക്കരുത്. അത് നമ്മൾ ഉറപ്പ് പറഞ്ഞിട്ട് നമ്മൾ എടുക്കൂല കേട്ടോ. ഫസ്റ്റ് വീഡിയോയിലൊരു കരിനീലിട്ടില്ലേ, ആ കരിനീലേനേക്കാളും എളുപ്പത്തിൽ ഈ സാധനം സ്റ്റോക്ക് ഔട്ട് ആവും എന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ ഷോർട്സ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും വേഗം ഇത് പോകുവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടിപൊളിയല്ലേ? 3XL ആണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത്. XXLർക്കൊക്കെ XLർക്കൊക്കെ ഇത് ഷേപ്പാക്കാം. അതന്നെ. ഓക്കെ, കണ്ടല്ലോ മുത്തുമണീസ് മൊഞ്ചിൻ്റെ കട്ട. മൊഞ്ചത്തി എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ മൊഞ്ചത്തി എന്ന് പറഞ്ഞില്ല പിന്നെ എന്തിനാ മൊഞ്ചത്തി എന്ന് പറയല്ലേ? ഇതിനൊക്കെ മൊഞ്ചത്തി എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനെയാണ് മൊഞ്ചത്തി എന്ന് പറയാം. പിന്നെ ഓക്കെ, ബാക്കിൽ എലാസ്റ്റിക് അത്യാവശ്യം വയറുള്ളവർക്ക് വരെ നല്ല സുഖമായിട്ട് ഇടാൻ പറ്റും. കുറച്ച് സെമി പലാസോ രീതിയിൽ, അതായത് അധികം ലൂസും ഇല്ല. ഇതാ നിങ്ങൾക്ക് ഓക്കെ, ഷോൾ ഇതാണ് കേട്ടോ. നമുക്ക് അടുത്ത കാണാം. കളക്ഷൻസ് ഒരുപാടുണ്ട്. നിങ്ങളെ ഇന്ന് കൺഫ്യൂഷൻ അടുപ്പിച്ച് കൊല്ലിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. നെഞ്ചിങ്ങനെ പെടക്കണം, ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനല്ലേ. ഇത് ഞാൻ കൊടുത്തിരിക്കുന്ന പ്ലെയിൻ ഷോളാണ് കേട്ടോ. ഇനി ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് വന്നിട്ട് നല്ലൊരു പച്ചയാണ് കേട്ടോ. ഞാനിത് കാണിച്ചു തരാം, ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ആദ്യം മനസ്സിലാക്കി തരാം കേട്ടോ. നല്ലൊരു പച്ചയാണ്. പാൻറ്റും വന്ന് സെയിം പച്ചയാണ് കേട്ടോ. ഓക്കെ, അടിപൊളി ഭംഗിയുള്ള സാധനങ്ങളാണ്. എല്ലാം എനിക്ക് ഒരു ഷോപ്പിൽ പോയാലും ഉറപ്പാണ് ഇത്രയും നല്ല കളക്ഷൻ കിട്ടൂല. കാരണം ഇത് കസ്റ്റമൈസേഷനാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എവിടെ വേണമെങ്കിൽ പോയി അന്വേഷിച്ചോളി. ഒന്ന് സൂം ചെയ്ത് പിടിച്ചാട്ടോ. ഇതിൻ്റെ ആ ഒരു ഫ്ലവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് നല്ല എന്താ പറയുക, ഇത് മൊത്തം വരുമ്പോഴുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഒരു ഒതുക്കം ബ്ലാ എന്ന് പറഞ്ഞ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഒരു 3 മീറ്റർ തുണിയിൽ തന്നെ ഈ ഒരു കട്ടിങ് കൊടുത്ത് റൗണ്ട് ഔട്ട് അടിച്ചാൽ മതി. ഇപ്പം ചില ആളുകൾക്ക് അങ്ങനെയാണ് ചെയ്യുന്നത്, റേറ്റും കുറക്കാം. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, അങ്ങനെയല്ല ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ല, പാനൽ കട്ടിൽ ഞാൻ പീസ് ഇതെന്താ വെച്ചാൽ ഈ വയറൊന്നും അറിയാതെ, തടിയൊന്നും അറിയാതെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, അറിയാതെ ഇങ്ങനെ ഒഴുകി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലോ കണ്ടിൽ നല്ല ഫ്ലയറും കാര്യങ്ങളും അതും ആവശ്യത്തിനുണ്ട്. ഓക്കെ, നല്ല ഗ്രീനാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. മനസ്സിലായല്ലോ? ഈ ഒരു ഷോളാണ്. പിന്നെ പാൻറ്റ് നേരത്തെ അതേപോലെ തന്നെ ആ കോട്ടൺ സിൽക്കിൽ വരുന്ന ടൈപ്പ് പാൻറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആ കോട്ടൺ സിൽക്കിൽ വരുന്ന ടൈപ്പ് പാൻറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് വേണമെന്നുള്ളവരും 2750 രൂപ 3XL തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കേട്ടോ. ആ ഒരു മെഷറിലാണ് ഞാൻ കൊണ്ടുവന്നത്. അധികം നമുക്ക് കുറച്ച് തടിയുള്ള ആൾക്കാരുടെ കളക്ഷൻസാണ് ചോദിക്കുന്നത്. അപ്പോൾ 2XL ഷേപ്പാക്കാം, XL ഷേപ്പാക്കാം. കാരണം ഇങ്ങനെ ലെങ്ത്ത് വേണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ എനിക്കിങ്ങനെ ലെങ്ത്തിലിടുന്നതാണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ പിന്നെന്താ 50 ലെങ്ത്ത് ഇതിന് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത കാണാം. അടുത്തത് ഇതിനേക്കാൾ മൊഞ്ചാണോ നോക്കാം അല്ലേ? പിന്നെ ഇതിനേക്കാൾ ഒരു പൊടിക്കും കൂടി റേറ്റ് കൂടിയത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മസ്ലിനാണ്. മസ്ലിൻ ഒറിജിനൽ മസ്ലിൻ സിൽക്കാണ് കേട്ടോ. ഓക്കെ, അത് പിന്നെ കാണാം. ആദ്യം നമുക്ക് ഈ ഒരു മെറ്റീരിയൽ തയ്ച്ച് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ആദ്യം കാണുന്നില്ലേ, അത് ഒഴുകി കിടക്കും. അപ്പോൾ ഈ ഒരു ഗ്രീൻ ഇതാ വേറെ മുതലാണ് കേട്ടോ. ഒന്ന് സൂം ചെയ്ത് പിടിച്ചതാണ്. സൂം കുറച്ച് തരാം, മറ്റേ കാണിക്കാൻ പറ്റില്ല. ഇതിൻ്റെ നിവർത്തി കാണിച്ചിട്ടോ, അത് മനസ്സിലാവുന്നില്ലേ? ഇത് നമ്മൾ ഫസ്റ്റ് കസ്റ്റമൈസേഷൻ ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. കാണിച്ച് തന്നിട്ടില്ല, കാരണം ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ചിങ് കഴിയാത്തത് കൊണ്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയത്. ഈ സെയിം പാറ്റേൺ വരുന്നതായിരുന്നു നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്നല്ലേ. ഇതിൻ്റെ പല കളേഴ്സ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഷോളാണ് കേട്ടോ. ഞാൻ ഷോൾ ഇത് കുറേ ആളുകൾക്ക് നല്ല വീതിയും നീളമുള്ള ഷോൾ വേണമെന്നത്. അപ്പോൾ ഞാൻ ഇത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. അതുപോലെ സെറ്റല്ല കേട്ടോ, കട്ട് ചെയ്ത് എടുത്തതായതുകൊണ്ട് കുറച്ച് നല്ല വീതിയും നീളത്തിലും ഞാൻ ഇത് കൊണ്ടുവന്ന കൂട്ടത്തിലുള്ള ഒരു ഐറ്റം കേട്ടോ. നല്ല ബ്രൗൺ കളറാണ് വന്നത്, നല്ല കാപ്പിപ്പൊടി കളർ പാൻറ്റും ഇങ്ങനെ, അതായത് ഇതിൻ്റെ ഡാർക്ക് പാൻറ്റ് ഇതേപോലെ കേട്ടോ. മനസ്സിലായല്ലോ? ഓരോന്നിനും ഓരോ രീതിയിലും വെറൈറ്റി ആക്കിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഒന്ന് ചെറുതാക്കി തരാം. മുത്തുമണീസ് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായി എന്ന് എനിക്കറിയാം. നെഞ്ചങ്ങനെ പെടക്കെട്ടെന്നറിയാം. പക്ഷെ 2750 എന്നൊക്കെ, ഇതിന് 2470 രൂപയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് ടെൻഷനുകൾ എന്താക്കിക്കൊള്ളി. ഒന്ന് പുറത്തിറങ്ങി നിങ്ങൾ എട്ടാവട്ടത്തുള്ള കടകളിലൊക്കെ കയറി ഇങ്ങനത്തെയൊക്കെ നല്ല നല്ല തുണീൻ്റെ ഡ്രസ്സിനൊക്കെ എത്ര റേറ്റ് ഇട്ടിക്കണേ നോക്കാം.
എന്നിട്ട് 3XL സൈസൊക്കെ ഇതേപോലെ കട്ടിംഗ് ഒക്കെ വരുന്ന പാനൽ കട്ടൊക്കെ വരുന്ന ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് വരുന്നൊക്കെ ചോദിക്കാം. എന്നിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞ് എൻ്റെ അടുത്ത് 5 എടുക്കും, ഉറപ്പായിട്ടും എടുക്കും. ഏതെങ്കിലും ഓണം കയറാൻ പോലത്തെ കാര്യമല്ല നമ്മുടെ പൊതുവെ സിറ്റികളിലുള്ള റേറ്റും പൊതുവെ ഷോപ്പുകളിലുള്ള റേറ്റും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത് കേട്ടോ. ഇതിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ എന്താ സുഖം എന്ന് പറയുക, ഇടാൻ അടിപൊളി. പിന്നെ ഷോൾ നമ്മൾ ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കിട്ടുന്ന ഇഷ്ടമുള്ള ആളുകളുണ്ട്, അവർക്കൊക്കെ ഇതങ്ങോട്ട് എടുത്താണ്ടല്ലോ അത്രയും, കാരണം വീതിയും നീളവും ഒക്കെ വരുന്ന തരത്താണ് ഇത് വരുന്നത്. നീളം അല്ലെങ്കിൽ വീതി. ഓക്കെ, ഞാനിത് വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് തുണി നിങ്ങൾക്ക് ഞാൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അത്രയും കുഴഞ്ഞൊരു തുണിയാണ് കേട്ടോ. നല്ല കാപ്പിയിൽ നല്ല റെഡ് പൂക്കൾ വരുന്ന സാധനമാണ്. കണ്ടല്ലോ, ഇത് നമ്മൾ ഫസ്റ്റത്തെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ടോപ്പ് കിട്ടി, പാൻറ്റ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ വിളിച്ചു കേട്ടോ. അതുകൊണ്ട് കാണിച്ചു തരാനാണ്. അന്ന് നമ്മൾ അതായത് അത് അന്നത്തെ ആണെന്ന് പ്രത്യേകം പറയും, കാരണം ഷോൾ ഇങ്ങനെ അന്നത്തെ ഇനി ഏതാ ബാലൻസിലെത്തുക, ആ മുന്തിരി കളർ ഒന്നുണ്ടല്ലേ അങ്ങോട്ട് കാണിച്ചത്. പിന്നെ പാൻറ്റ് വന്നിട്ട് ഡാർക്ക് കളർ, അതായത് ഇതിൻ്റെ ഡാർക്ക് ഷെയ്ഡ് പാൻറ്റാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ സെറ്റ് വരാറുണ്ടല്ലോ, നമ്മൾ റെഡിമെയ്ഡിൽ കണ്ടിട്ടില്ല, അങ്ങനെ വരാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓരോന്നിനും ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. പിന്നെ ഷോള് പറയാതിരിക്കാൻ വയ്യ, അത്രയും വീതിയുള്ള ഷോളാണ്. ഓക്കെ, 2470 ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. 2470. നല്ല റെഡാണ് കേട്ടോ ഇത്. ഓക്കെ, ഇതൊരു മസ്ലിൻ കോട്ടണിൽ വരുന്ന ഷോളാണ് വന്നിട്ടുള്ളത്. നല്ലൊരു സ്റ്റിച്ചിങ് ആണ്. ഇതിൻ്റെ താഴേക്ക് അതിൻ്റെ മറ്റേ കണ്ടില്ലേ, ഈ ഒരു ഷോളിൻ്റെ കട്ടിങ്ങാണ് മൊത്തം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത് കണ്ടാലോ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ അന്ന് കാണിച്ചൊരു പീസ് കൊണ്ട് അതുകൂടി കാണിച്ചു കേട്ടോ, അതുകൂടി കാണാം. വെയിറ്റ് മുത്തുമണീസ്, ഇതും ഒന്ന് സൂം ചെയ്ത് പിടിച്ച് കാണിച്ചു കേട്ടോ. നല്ല മുന്തിരി കളർ. ഇത് നമ്മൾ അന്നത്തേലുള്ള ഒരു പീസ് ബാലൻസ് ലൈറ്റാണ് കേട്ടോ. അന്നത്തെ ഞാൻ പ്രത്യേകം ഇതേപോലെ ഷോള് ഞാൻ മുറിച്ച് സെറ്റാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വീതി കൊടുത്തിട്ടുണ്ട്, നീളം കൊടുത്തിട്ടുണ്ട്. ഫാനിട്ട കൊണ്ട് കേട്ടോ, മറ്റേതുപോലെ ഇട്ടെടുത്ത് കളിക്കുന്ന തുണിയാണ്. പിന്നെ ഇത് ഷോളിൻ്റെ റേറ്റ് കുറഞ്ഞ തുണിയല്ല, ശരിക്കും ഇതേപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ തുണിയാണ് ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. അടിപൊളി സാധനമാണ്. ഈ ഒരു ഷോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ ഏജ് ലിമിറ്റ് ഇല്ല. അത്യാവശ്യം ഏജായ ആളുകൾക്കും ഒരു ചുരിദാറൊക്കെ ഇടാൻ ഒരു ആശയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചുരിദാറൊക്കെ ഇടുന്ന ആളുകളാണെങ്കിൽ ഇതിട്ട് ഒരു VIP ലുക്കിൽ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇടാൻ പറ്റും. കല്ലും മുത്തും കാര്യങ്ങളൊന്നും ഇല്ലാത്താനും ഷോളൊക്കെ വന്നിട്ട് അവർക്ക് ഇങ്ങനെ ഇടുന്നതാണ് രസം. ചില ആളുകൾ തലയിലിടില്ലെങ്കിലും ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇടും. കുറച്ച് പ്രായമുള്ള ആളുകളുടെ ഒരു ഇതാണ് ഇങ്ങനെ ഇടുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് അവിടെ കിടക്കും, ഇതൊന്നും ഇളകത്ത് ഒന്നും ചെയ്യില്ല. അടിപൊളി വീതിയും നീളവും വരുന്ന ഷോളാണിത്. ഇത് കണ്ടില്ലേ നിങ്ങൾ? ഞാൻ അതിൻ്റെ ഷോർട്സ് ഇന്നലെ ചെയ്തത് നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. പിന്നെ ഇത് നല്ല കളർ, നല്ല അടിപൊളി മുന്തിരി കളർ കേട്ടോ. ഇതിന് പോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് 2 പീസ് ഉണ്ട് അല്ലേ? ഇതിന് 2 പീസ് ഉണ്ട്. പക്ഷെ അന്നത്തെ ബാക്കി എല്ലാ സാധനവും അടിച്ച് തുടച്ച് തീർന്നു. ഇതിന് 2 പീസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു കളറും കാര്യങ്ങളും വരുന്നത്. ഞാൻ സൂം ചെയ്ത് പിടിച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് വിട്ടത് കാണിച്ചു തരാം. ഇതെല്ലാം സെയിം അളവിലാണ് സ്റ്റിച്ച് 3XL, അതായത് കുറച്ച് ഫ്ലെയർ ഇട്ടുകൊണ്ട് കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞു, 2 പീസറ്റേ ഉള്ളൂ. വേണമെന്നുള്ളൊരു വേഗം വാങ്ങിക്കോളി. ഞാൻ ഇങ്ങനെ കിട്ടാം, അത് അവിടെ കിടക്കും. ഇനി അതല്ല ഇങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇടാം. ഇതായിരിക്കും ഒരു ട്രെൻഡ് തോന്നില്ലേ? പിന്നെ ഞാൻ പറഞ്ഞ ഇതിലൊരു പോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു സ്റ്റൈലിഷ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് വേണമെന്നുള്ളവർ ഇത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. 2470 രൂപ ഫ്രീ ഷിപ്പിംഗ്. ഓക്കെ, ഈ 2 എണ്ണത്തിന് കേട്ടോ. മറ്റേത് ഞാൻ പറഞ്ഞല്ലോ 2750 രൂപയുടെ റേറ്റ് വന്നിട്ടുള്ളത്. ഷിപ്പിംഗ് എക്സ്ട്രാ വേണം, അത് അത്യാവശ്യം കോസ്റ്റിലാണ്. മാക്സിമം ഒരു അഫോർഡബിൾ റേറ്റ് ആക്കിയിട്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ കൊണ്ടുപോകാമെന്നൊന്ന് മനസ്സിലാക്കാം കേട്ടോ. എനിക്ക് വേണമെങ്കിൽ അത് 3750 വരെ അത് പറയാൻ പറ്റും, സെയിലാക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ്. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മസ്ലിൻ സിൽക്കിലെ ഐറ്റംസാണ്. മസ്ലിൻ സിൽക്കിലെ ഐറ്റംസിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളിട്ടോ, എവിടെയും കിട്ടൂല. വേണമെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിച്ചോളി. മസ്ലിൻ സിൽക്ക് ക്ലോത്തിൽ, ഒറിജിനൽ ക്ലോത്തിൽ ഇതേപോലെ അനാർക്കലി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് എവിടെ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസക്ക് ഒക്കൂല തരാൻ.
അല്ലാതെ ഞാൻ എൻ്റെ അടുത്ത് ഡബിൾ എക്സൽ സൈഡ് സ്ലിറ്റ് ഉള്ള സാധനം തന്നെ എടുത്തിട്ട് തന്നെ 10,000 റുപ്യ ആയി. ഓക്കെ, അപ്പോൾ ഇതേപോലെ പാനൽ കട്ടിൽ തന്നെ അതും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിങ്ങനെ ഷോള് സെറ്റാക്കി വെച്ച സാധനം പോയിട്ട് നമ്മൾ എന്താക്കിയത് ടോപ്പിൻ്റെത് 4-4.5 മീറ്ററൊക്കെ എടുത്ത് ഇതേപോലെയൊക്കെ ചെയ്ത് നിങ്ങളെ മുമ്പിൽ എത്തിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം ഇങ്ങനത്തെയൊക്കെ സ്റ്റിച്ചിങ്ങിന് എത്രയാവും, അങ്ങനത്തെയൊക്കെ മെറ്റീരിയൽ എത്രയാവും, എന്നിട്ടാണ് ഈ റേറ്റിൽ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. മുത്തുമണി അപ്പോൾ നമുക്കത് കണ്ടാലോ. അത് പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ടില്ല, കാരണം എല്ലാവർക്കും ചിലപ്പോൾ അത് വാങ്ങാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അതുകൊണ്ട് ഇനി നിങ്ങൾ പറയുകയാണെങ്കിൽ ആ ഒരു ക്ലോത്തിൽ അതേപോലെയൊക്കെ ചെയ്തിട്ട് വീണ്ടും കൊണ്ടുവരാം. അടിപൊളി പാർട്ടികളിലൊക്കെ കിടുക്കാച്ചിയാവാൻ പറ്റിയൊരു സാധനമാണ്. തുടങ്ങാം, വായോ. മുത്തുമണീസ് റെഡ് മസ്ലിനാണ്. ആദ്യം പറഞ്ഞ ഡയലോഗിലേക്ക് ഞാൻ തിരിച്ച് വീണ്ടും വരികയാണ്. മസ്ലിൻ എന്ന് പറഞ്ഞിട്ട് എല്ലാത്തുമ്മലും കയറി പിടിക്കരുത്. ഇതാണ് മസ്ലിൻ സിൽക്ക്. ഓക്കെ, മസ്ലിൻ സിൽക്കിൽ അനാർക്കലി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അതും പാനൽ കട്ടിൽ. പിന്നെ ദാ ഇവിടെ ഒരു കുഞ്ഞുച്ചി പോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് സ്റ്റൈലിഷ് ലുക്കിലാണിത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ തരാം. എന്നാലും 2,990 ഇതിന് റേഞ്ച് വരുന്നുണ്ട്. അതിലും കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല, കാരണം അത് അടിപൊളി ക്ലോത്താണ്. മീറ്ററിന് നല്ല റേറ്റ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. മസ്ലിൻ്റെ പാൻറ്റും വന്നിട്ട് പ്യുവർ മസ്ലിനാണ്, ഷോളും വന്നിട്ട് പ്യുവർ മസ്ലിൻ്റെ ഷോളാണ്. ഇങ്ങനത്തെ പ്യുവർ മസ്ലിൻ്റെ ഷോള് മാത്രം നിങ്ങളൊന്ന് വാങ്ങാൻ പോയിക്കണം, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളും മനസ്സിലാവും. ഓക്കെ, നല്ല റെഡിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. എന്താ നിങ്ങളോട് പറയാം, ഇത്രയും നല്ല അല്ലേ. ഇപ്പം എല്ലാവർക്കും എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പക്ഷേ ഇങ്ങനത്തെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളും ഒരുപാടുണ്ട്. ഈ വയറൊക്കെ ഉള്ളതായിട്ട് മസ്ലിൻ ഇതേപോലെയൊക്കെ അനാർക്കലി കട്ടിങ്ങിലൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ഞാൻ ആഗ്രഹിച്ചിരുന്നു കേട്ടോ. കാരണം എനിക്ക് അതിനോട് ഭയങ്കര താല്പര്യമാണ് ഈ അനാർക്കലി കട്ടിങ്ങിന്. പാനൽ കട്ടിൽ അനാർക്കലിക്ക്, കാരണം ഇതാ നല്ലൊരു VIP ലുക്ക് കിട്ടും. ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു റിച്ച് ലുക്ക് ഫീൽ ചെയ്യും, നമുക്ക് തടി അറിയത്തില്ല. അപ്പോൾ ആ രീതിയിൽ മസ്ലിൻ സിൽക്കിലാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് അത്രയും നല്ലൊരു VIP റിച്ച് കല്യാണം ഉണ്ടെങ്കിൽ വരെ നിങ്ങൾക്ക് ഇതിട്ട് പോകാൻ പറ്റും. കാരണം ഇതൊക്കെ ഷോപ്പിൽ ഇതേപോലെ ഈ റേറ്റിൽ കൊടുക്കൂല. സാധാ മസ്ലിൻ്റെ ഈ സൈഡ് ഓപ്പൺ ഉള്ള 2XL ഒക്കെ തന്നെ ഈ ഒരു റേറ്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ സ്ഥാനത്ത് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിട്ട് എത്രക്കപ്പം 990 ഇപ്പോൾ റേറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഷിപ്പിംഗ് ഫ്രീ ആക്കി കൊടുക്കല്ലേ, ഷിപ്പിംഗ് ഒന്ന് ഫ്രീ ആക്കി തരാം. ഓക്കെ, അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാൻ കണ്ടല്ല. ഷാൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഓരോ മോഡലാണ് ഞാൻ എടുത്തിട്ട്, ഇതിൻ്റെ കളർ ചേഞ്ച് അല്ല ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട പ്രിൻ്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് പരീക്ഷിച്ച് നോക്കിയതാണ്. നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് ചെയ്യാം. അതുപോലെ 5XL ഒക്കെ ഓർഡേഴ്സ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, മസ്ലിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് അവിടെ നിന്ന് തന്നെ ഫോട്ടോ ഇട്ടോട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്കിനി അടുത്ത കാണാം. ഇതാണ് അതിൻ്റെ വർക്ക് വരുന്നത് ഗൈസ്. ഓക്കെ, നല്ല റെഡ് കളറാണ്, ഷോളാണിത്. ഇതാണ് പ്യുവർ മസ്ലിൻ കേട്ടോ. ഓക്കെ, ഇത് പ്യുവർ മസ്ലിൻ, ഇതാണ് വർക്ക് വരുന്നത്. ഇതിൻ്റെ ബോർഡറിലൊന്നുമില്ല, പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെയാണ്. അത് വേണ്ട, ഞാൻ പറഞ്ഞതാണ്. മുത്തുമണികളെ, സത്യത്തിൽ ഞാൻ കുഴങ്ങിട്ടോ. ഡ്രസ്സ് കണ്ടെങ്കിൽ മടുക്കൂലല്ലോ അല്ലേ. അടിപൊളി പീച്ചാണോ ലൈറ്റ് റോസ് ആണോ? അത് ലൈറ്റ് റോസ് തന്നെയല്ലേ. പീച്ചിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, അടിപൊളി കളറിൽ ഇങ്ങനത്തെ ലൈറ്റ് കളർ ഇഷ്ടപ്പെട്ടവർ എടുത്തോട്ടെ വെച്ച് കൊണ്ടുവന്നാണ്. ഇങ്ങനത്തെ മാക്സി വന്നിട്ട് അടിയോടെ അടിയില്ലായിരുന്നോ? അപ്പോൾ മസ്ലിനാണ് ഇതും വന്നിട്ടുള്ളത്. ഈ ഒരു ഡിസൈനാണ് പാൻറ്റിനും വന്നിട്ടുള്ളത് കേട്ടോ, പ്ലെയിൻ അല്ല. ഓക്കെ, ആ ഒരു ഡിസൈനാണ് പാൻറ്റ് വന്നിട്ടുള്ളത്. ഇതാ പോക്കറ്റൊക്കെ ഇതിനും കൊടുത്തിട്ടുണ്ട്. സെയിം റേറ്റ് തന്നെ 2,990. സൈസ് വന്നിട്ട് 3XL ആണ്. XL ആർക്കും ഇത് വാങ്ങട്ടോ. ഓക്കെ, ഷോള് കണ്ടല്ലോ, അടിപൊളി ഐറ്റം. ഞാൻ ഈ സെയിം കളർ തന്നെ അങ്ങോട്ട് ചിലപ്പോൾ എനിക്ക് ചേരുന്നുണ്ടാവില്ലല്ലേ? ചേരുന്നുണ്ടോ ഗൈസ്? ഈ കളർ ചേരുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഏതാണ് ഇതിൽ സ്റ്റിച്ച് ചെയ്തതിൽ ഇഷ്ടപ്പെട്ടത്? നിങ്ങൾക്ക് എവിടെയും കിട്ടൂല കേട്ടോ, സത്യമായിട്ട് എവിടെയും കിട്ടൂല. അതായത് റെഡിമെയ്ഡ് ചിലപ്പോൾ ഇതേപോലൊക്കെ ബൾക്കായിട്ട് ഇതിലൊക്കെ ചെയ്യുന്നവർ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നല്ലാണ്ട് നിങ്ങൾക്ക് എവിടെയും കിട്ടൂല. കാരണം മസ്ലിൻ ക്ലോത്തിൽ ഇതേപോലെ അനാർക്കലി ഈ ഒരു റേറ്റിന് എവിടെയും കിട്ടില്ല, ഉറപ്പാ.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞതിന് പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ എടപ്പാള് പോയിട്ട് അത് സ്റ്റിച്ച് ചെയ്യാൻ ആദ്യം ചോദിച്ചത് അല്ലേ, പറഞ്ഞുകൊണ്ട് ചെയ്യാമല്ലോ, കുറ്റമല്ലല്ലോ ഇത്, അവർക്ക് പോയി അന്വേഷിക്കാമല്ലോ. ആദ്യം ബ്യൂട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി, പിന്നെ വേറെ സത്യം എനിക്ക് ഇവിടുത്തെ സ്ഥലം അറിയില്ല, ഞാൻ സെൽമേനെ കൊണ്ട് 2 സ്ഥലത്ത് പോയി. 1400 ഇതേപോലെ പാനൽ കട്ട് ചെയ്ത് അനാർക്കലി സ്റ്റിച്ച് ചെയ്യാൻ അവർ റേറ്റ് വെച്ച്, അതായത് ഫുൾ ലോക്കൊക്കെ കൊടുത്തിട്ടോ. ഞാൻ ഇതിനിപ്പോൾ പൊന്തിച്ച് കാണിച്ചു തരുമ്പോൾ ഇനിയിപ്പോൾ പ്രശ്നം ഉണ്ടോ, വേറെ കാണണം, എല്ലാം നോക്കിക്കൊള്ളട്ടോ, മേലേക്ക് നോക്കണ്ടേ. ഇത് കണ്ടല്ലോ, ഇതൊക്കെ ഫുൾ ഓരോന്നിനും ഓവർലോക്കൊക്കെ കൊടുത്ത് പ്യുവർ മസ്ലിൻ ക്ലോത്തിന് തന്നെ എത്ര റേറ്റ് ആവുന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പിന്നെയെന്ന് വെച്ചിട്ട് നമ്മൾ റെഡിമെയ്ഡ് അല്ല, ഇതേപോലെ കിട്ടാൻ വേണ്ടി നമ്മൾ ക്ലോത്ത് എടുക്കുകയാണ്. ക്ലോത്ത് എടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് വരും അല്ലേ. നമുക്ക് ഇൻഷാല്ല വലിയ റോളൊക്കെ ഹോൾസെയിലൊക്കെ കൊണ്ടുവന്നിട്ട് വലിയ യൂണിറ്റൊക്കെ തുടങ്ങുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി കുറക്കാൻ പറ്റും. ഇതിപ്പോൾ അതല്ല കേട്ടോ. എന്നാലും ഞാൻ പറയട്ടെ, നിങ്ങൾ തുണി കൊടുത്ത് 1500 തയ്യൽ കൂലിയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി കിട്ടൂല, എവിടെയും കിട്ടൂല. അപ്പോൾ നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഴപ്പം പറഞ്ഞു കൊടുക്കല്ലേ, സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുക്കല്ലേ, ഒരു പീസ് തന്നെ ഉള്ളൂ. കാരണം ഒന്ന് ട്രൈ ചെയ്തതാണ്, ട്രയൽ ചെയ്യല്ല, ട്രൈ ചെയ്തത്. ഓക്കെ, ട്രയലും ചെയ്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ എന്ത് രസമുണ്ടെന്ന്. ഞാനേ മാല കൊടുത്തിട്ടില്ല, എൻ്റെ മക്കൾ ബർത്ത്ഡേക്ക് വാങ്ങി തന്ന മാലയാണ്. അപ്പോൾ കൊള്ളാവോ? 2 കണ്ടിട്ടോ. ഇനി കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത്തങ്ങൾക്ക് പാട്ട് പാടാനറിയാം? എനിക്കും അറിയില്ല, ഡാൻസ് കളിക്കാനറിയാം. നമ്മൾ ഡാൻസ് കളിച്ചാൽ പിന്നെ ശരിയാവില്ലല്ലോ. പാട്ടാണ് പിന്നെ ഏത് ഏജിനും പാടാം. പിന്നെ ഡാൻസ് ആകുമ്പോൾ പിന്നെ കാരണം ഇതൊക്കെ ഇട്ട് വരുന്ന ഒരു പാട്ടൊക്കെ പാടണ്ടേ. നമ്മൾ മറ്റേ സിനിമ ഇതിലെ പാട്ട് വെച്ച് കഴിഞ്ഞാലേ ഈ കോപ്പിറൈറ്റ് വരും. വേഗം എന്തൊക്കെ ചെയ്യണം. ഞാൻ അതിനൊക്കെ തല നിൽക്കില്ല. എന്നൊക്കെ വരുമ്പോൾ പാട്ടൊക്കെ പാടിയിട്ട് വരണം. കാരണം വെച്ചാൽ എങ്ങനെയുണ്ട് കാരണം ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? പൊളിയല്ലേ, സുന്ദരിയായില്ലേ? അല്ലെങ്കിൽ സുന്ദരി തന്നെയാണ്. എന്നാലും ഇപ്പോൾ പറയുമ്പോൾ ഞാൻ ആകെ കോയില് ഇപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ ലിപ്സ്റ്റിക്കൊന്നും ഇല്ല. ഇപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇടണം. ഒന്നേ ഉള്ളൂ. അപ്പം എന്താ ചെയ്യാ, മാല എവിടെയും കിട്ടൂല, എവിടെയും കിട്ടൂല എന്ന് പറയുന്നത് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഈ ഒരു ക്ലോത്തോ ഇതോ അല്ലട്ടോ. ഓക്കെ, ഈ ഒരു പാനൽ കട്ട് അനാർക്കലി തന്നെയാണ് കേട്ടോ. പറഞ്ഞു തന്നെ റിപ്പീറ്റ്, അത് 3XL സൈസിൽ. ഓക്കെ, നല്ല ഇവിടേക്ക് അത്യാവശ്യം ലൂസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നൊരു ഐറ്റാണ്. കണ്ടല്ലോ മുത്തുമണി ഷോള് കണ്ടോ, പിടിച്ചിരുന്നോ. നമ്മളെ കളക്ഷൻസ് ഷെമീസിന്റെ കളക്ഷൻ കാണിക്കുമ്പോൾ നിങ്ങൾ എന്താക്കണം, പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ കൺട്രോള് പോകും. ഇപ്പൊ തന്നെ പോയില്ലേ. ഓക്കെ, നല്ല വർക്കാണ്, നല്ലൊരു ഷോളാണ്. അതും നല്ല കൊഴിഞ്ഞു വന്ന് മറ്റേക്കാൾ ഒരു പൊടിക്കും കൂടി കുഴച്ച് ഈ ഷോളിന് കൂടുതലുണ്ടോ എന്നൊരു ഇടുമ്പോ തോന്നുകയാണെന്ന് അറിയില്ല, എനിക്ക് തോന്നിട്ടോ. ഓക്കെ, പ്ലെയിന് പാൻറ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇനി മുതൽ ഇതേപോലത്തെ അനാർക്കലി കസ്റ്റമൈസ്ഡ് ആയിട്ട് ഉണ്ടാവും. ഷോൾ മാക്സി മാത്രല്ല, സോറി, ഈ മാക്സി മാത്രല്ല, ഈ ഷോൾ മാക്സി തന്നെ കിട്ടും. അതിനാണല്ലോ ആൾക്കാർ കൂടുതലും. കഫ്താൻ അടിയായിരുന്നു കേട്ടോ. ഞാൻ കഫ്താൻ കാണിച്ചു തരാട്ടെ ഗൈസ്, കുറച്ചും കൂടി കഫ്താൻ ഉണ്ട്. അപ്പൊ കളാവാ അടിപൊളി. ഓക്കെ, പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് വലിയ പരിപാടിക്കും നമുക്ക് ഇട്ട് പോകാൻ പറ്റും. ഒരു കസ്റ്റമർ വരുന്നുണ്ട് കേട്ടോ. ഒരു കളക്ഷനും കൂടി ഇതിൽ കാണിക്കാനുണ്ട്. അതോടുകൂടി വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാനാണ് വിചാരിച്ചത്. നോക്കട്ടെ. അപ്പൊ ഇത് കണ്ടല്ലോ, വരി. മുത്തുമണീസ്, അതിൻ്റെ ഇടയിൽ കസ്റ്റമർ വന്നു. ഇപ്പൊ സമയം ഈവനിങ് ആയിട്ടോ. ആ ഉതിപ്പ് പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്നാലും നെക്സ്റ്റ് കളർ ഇതാണ്. ഓക്കെ, 4 കളറിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ചൂസ് ചെയ്യാൻ പറ്റും. കാണിക്കട്ടെ, ഏതായാലും പെരുന്നാൾ അടിച്ച് പൊളിക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല മുത്തുമണിയിലെ. അടുത്ത ആഴ്ച കിട്ടാൻ കുറച്ച് ലേറ്റായി പോയി. എന്നാലൊരു പെരുന്നാൾ കോടിയൊക്കെ എടുത്തിട്ട് എവിടെ പോകണില്ല. ഒരു പെരുന്നാൾ കോടി എടുക്കണം എന്നുള്ളവർക്ക് എടുത്ത് വെക്കാം. കാരണം പെരുന്നാളിന് മുമ്പേ കിട്ടും എന്ന് തരാൻ പറ്റില്ല. ബ്ലാക്ക് ആണ് കേട്ടോ ഇത് മുത്തുമണീസ്. ബ്ലാക്ക് ആൻഡ് ഡാർക്ക് ഗ്രീന്. ഇത് ബ്ലാക്ക് ആണ് കേട്ടോ സംഭവം, നല്ല ബ്ലാക്ക് ആണ്. ബ്ലാക്കിൽ പിന്നെ ആഷും ബ്ലാക്കും പിന്നെ ഓഫ് വൈറ്റും കൂടി മിക്സ് ആയിട്ടാണ് ഇത് വരുന്നത് കേട്ടോ.
അടിപൊളി ഐറ്റം മസ്ലിനാണ്, പ്യുവർ മസ്ലിനാണ്. മസ്ലിൻ സിൽക്കാണ് വരുന്നത്. പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, മറ്റേ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രിന്റഡ് പാൻ്റ് ആണ്. ഇതാ ഈ പ്രിൻ്റ് കണ്ടോ, ഈ പ്രിൻ്റ് പാൻ്റാണ് വരുന്നത്. ഓക്കെ, അടിപൊളി ഐറ്റം ഗൈസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് കളർ. മറ്റേ മുന്തിരി കളർ കണ്ടു, റെഡ് കണ്ടു അല്ലേ, ഒരു പീച്ച് പോലത്തെ റോസ് കളർ കണ്ടു അല്ലേ. ഇതാ ഇപ്പം എൻ്റെ മുഖമായ കളർ, നല്ല വെയിലടിച്ചപ്പോഴത്തേക്ക് എൻ്റെ മുഖം റോസായിട്ടുണ്ട്. ആ ഒരു കളർ ഇട്ടാ. അപ്പോൾ ഓക്കെ, കണ്ടല്ലോ. ഇത് വന്നിട്ട് ബ്ലാക്ക്, ഓഫ് വൈറ്റ്, ആഷ്, നല്ല ഭംഗിയുള്ള 4 കളക്ഷൻസാണ്. മസ്ലിൻ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടതില്ല. 2990 റേറ്റ് വരുന്നത്. ഷിപ്പിംഗ് ഇൻക്ലൂഡഡ് ആണ്. 2 പീസ് കാണിച്ചിട്ട് 2470. ഇനി ഇൻഷാല്ല നമുക്ക് കോട്ടണിലൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. കോട്ടൺ ആകുമ്പോഴൊന്നും റേറ്റിലൊന്നും വ്യത്യാസമില്ല. പിന്നെ നമുക്ക് ബൾക്ക് ഇറക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൾക്ക് മെറ്റീരിയലൊക്കെ എടുത്തിട്ട് ഉള്ളൊരു പരിപാടിയൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പോവട്ടെ. ഓക്കെ, ഇതെങ്ങനെയുണ്ട് മുത്തുമണീസ് ആദ്യം കമൻറ്റ് ചെയ്യാൻ പറ്റത്. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് തരും. ഓരോ സ്ക്രീൻഷോട്ടിലൊരു ലൈക്ക് ഉണ്ടാവില്ല. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഞാൻ വേറെ ഓരോ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതേ സംഭവം ചെയ്യുന്നൊക്കെ. വ്യൂവേഴ്സൊക്കെ കുറവ്, പക്ഷെ ലൈക്ക് എന്നെക്കാളും കൂടുതലാണ്. അത് പറ്റൂല. ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ അസൂയ, കുഷ്മറിനെ കാണുമ്പോൾ അസൂയയും കുഷ്മവും വരുന്നുണ്ടാ. ഒരു ലൈക്ക് ഇടാണ് കേട്ടോ. മറ്റുള്ളവരെ കാണുമ്പോൾ ലൈക്കൊക്കെ ഇവിടെ നല്ല ലൈക്കൊക്കെ ഉണ്ടെന്നൊക്കെ കാണണ്ടേ. ഓക്കെ, അപ്പോൾ വീഡിയോ അതിൻ്റെ ഇപ്പോൾ ചെയ്താലോ. വേറൊരു സാധനം കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഇതിൽ കാണിച്ചാൽ ശരിയാവില്ല. എന്താ ഷെമീസ് ഇങ്ങനെ പറയല്ലേ എന്നാണോ? പ്ലീസ് അടുത്തേക്കാണ്. ഞാൻ ടയേർഡായി. ഈ ഷോപ്പിൽ പെരുന്നാളായി, ഇങ്ങോട്ട് തിരക്കുണ്ട്, കസ്റ്റമർക്ക് വരുന്നുണ്ട്. കസ്റ്റമേഴ്സ് വന്ന് സമയം പോയി നമ്മൾ, അതുകൊണ്ടാണ്. ഇതാകുമ്പോൾ പിന്നെ നമുക്കിങ്ങനെ ഈ ഒന്നായിട്ട് കാണിച്ച് ബാക്കി അങ്ങോട്ടേക്ക് അങ്ങനെ ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം, വേറൊന്നല്ല. ഇത് കാണുമ്പോൾ ഈ ആഷാണ് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നല്ല ഗ്ലേസിംഗ് ആണ്. മസ്ലിൻ അറിയാലോ, മസ്ലിൻ സിൽക്കാണ് സംഭവം. മസ്ലിൻ കോട്ടണൊന്നല്ല, മസ്ലിൻ സിൽക്കാണ്. ചെറിയൊരു ഗ്ലേസിംഗ് രീതിയിലാണ് ഇത് വരിക. ഓക്കെ, വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? മനസ്സ് നിറഞ്ഞോ? എൻ്റെ മനസ്സ് നിറഞ്ഞിട്ടോ. ഓക്കെ, നല്ല അടിപൊളി. ഇതാ അത്യാവശ്യത്തിന് വീതിയും അത്യാവശ്യം നീളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കണ്ടല്ലോ, വൈൻഡപ്പ് ചെയ്യല്ലേ. നാളെ മറ്റന്നാൾക്ക് വീഡിയോക്ക് മുമ്പിലൊക്കെ വരാൻ പറ്റുമോ എനിക്കറിയില്ല, തിരക്കുണ്ടാവുമോ അറിയില്ല, നോക്കാം. എന്നാലും മാക്സിമം ട്രൈ ചെയ്യാം. നിർത്തട്ടെ. ബൈ, അസ്സലാമു അലൈക്കും.